ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ പപ്പടം കൊണ്ട് സമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അടിപൊളി സമ്മന്തിയാണ്. ഇവിടെ കേരള പപ്പടം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കൊച്ചുള്ളി, കുറച്ച് പുളി, ഇവിടെ കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, കരിയാപ്പില. ഇനി നമുക്ക് പപ്പടം ഒരു 5-6 പപ്പടം കാച്ചിയിട്ട് വരാമേ. ഞാനിത് യൂട്യൂബിൽ കണ്ടുണ്ടാക്കുവാണ്. ഞാൻ തേങ്ങ അരിച്ചുണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ പപ്പടം കാച്ചുന്ന മുമ്പേ ഇതിനകത്തിരിക്കുന്ന പൊടി നല്ലപോലെ തട്ടിക്കളയണേ, അല്ല എണ്ണയ്ക്കകത്തെല്ലാം അതിൻ്റെ പൊടി വീഴും, പിന്നെ എല്ലാം കരിഞ്ഞിരിക്കും. ഇവിടെ ഞാൻ പപ്പടം എല്ലാം കാച്ചി വെച്ചേ. ഇനി ആ ചൂടെണ്ണയ്ക്കകത്ത് ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയിട്ട് വരാമേ. ഉള്ളിയും വരമുളകും കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി വന്നേ. എല്ലാം ഈ പരുവമായപ്പോൾ ഞാൻ കോരി വെച്ചേ. ഇനി ഇതിനകത്ത് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സി ജാറിനകത്തിട്ട് നമുക്കൊന്ന് അരിച്ചിട്ട് വരാമേ. ഇവിടെ ഞാൻ വഴറ്റി വെച്ച ഉള്ളിയും വരമുളകും കരിയാപ്പിലയും എല്ലാം കൂടി മിക്സി ജാറിനകത്തോട്ടിട്ടെ. ഇതിനകത്തൊരു കൊച്ച് പുളി ഇടുവാണേ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അരിക്കാൻ പാടില്ല. ആ ചൂടെണ്ണ, വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്, അതാ ടേസ്റ്റ്. ആ ചൂടെണ്ണ ഒന്ന് ആറിക്കഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് അരച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ എല്ലാം മിക്സിക്കകത്തൊന്ന് അരിച്ചിട്ട് വന്നേ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സാധനം പപ്പടം എല്ലാം അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച്, നല്ല ടേസ്റ്റാണ് സമ്മന്തി. ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാമേ. പപ്പടത്തിൻ്റെ കണക്കൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇങ്ങനെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് അടിപൊളി സമ്മന്തി, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സൂപ്പർ ടേസ്റ്റാണേ. മീൻകറി ഒന്നും വേണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്ത് വെച്ചാൽ പറയുന്നത് അടിപൊളി. നമുക്ക് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് നോക്കിയിടണേ, ഓൾറെഡി പപ്പടത്തിനകത്ത് ഉപ്പുണ്ട്. ഇതേ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.